പ്രാർത്ഥനാ പദ്ധതിയിലേക്ക് നീ നേരിട്ട് ഞങ്ങളെ വിളിച്ചു ചേർത്തതിന്, തിരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പൊ എന്നിലൂടെ കർത്താവിൻ്റെ ആത്മാ പറയണത് എന്താണ്? നിങ്ങളുടെ ദൈവം, നിങ്ങൾ ഏത് ആളായാലും നിങ്ങളുടെ ഉടമ്പടി നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ഒരു വിളിയാണ്. ഉടമ്പടി ദൈവവിളിയാണ്. അതുകൊണ്ട് തന്നെ ആ ദൈവവിളി എന്ന് പറയുമ്പോൾ അതിനോട് നമുക്ക് കാണിക്കേണ്ട ആദ്യം എന്താണ്? വിശ്വസ്തതയാണ്, അല്ലേ? ഉടമ്പടി ജീവിക്കണത്. ഹബക്കൂക്കിലൊരു വചനമുണ്ട്, ഹബക്കൂക്ക് 2:4. ഹൃദയ പരമാർത്ഥതയില്ലാത്തവൻ പരാജയപ്പെടും. എന്തെന്നാൽ നീതിമാൻ തന്റെ വിശ്വസ്തത മൂലം ജീവിക്കും. ഇതാ വിഷയം. അതായത് ഉടമ്പടി ദൈവത്തിൻ്റെ വിളിയാണ്. അത് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ്. ഇതിൽ സ്നേഹത്തിൽ നിലനിൽക്കാനാണ് പറഞ്ഞതെങ്കിൽ അത് നിലനിൽക്കുന്നത് വിശ്വസ്തതയിലൂടെയാണ്. മനസ്സിലായില്ലേ? വിശ്വസ്തതയില്ലാത്തവരെന്താണ്? ഹൃദയപരമാർത്ഥതയില്ലാത്തവരെന്നാണ് കണ്ടുകയാണത്. നിങ്ങൾക്ക് ഉടമ്പടിയിൽ ലാഗിങ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നൊരു വായിച്ചേ, ഹബക്കൂക്ക് 2:4 വായിച്ചേ. ഹൃദയ പരമാർത്ഥതയില്ലാത്തവൻ പരാജയപ്പെടും. ഉടമ്പടി പരാജയപ്പെടുന്നതിൻ്റെ കാരണം ഈ ഹൃദയപരമാർത്ഥത ഇല്ലായ്മയാണ്. ആത്മാർത്ഥയില്ലായ്മ. ഹൃദയപരമാർത്ഥ എന്ന് പറയുമ്പോൾ ആത്മാർത്ഥ എന്നല്ല എൻ്റെ അർത്ഥം. ആത്മാർത്ഥയില്ല എന്നുവെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്തൊരു ഉഴപ്പും അതിൻ്റെ അകത്ത് ഒരു ദൈവസഹയില്ലായ്മയും പിന്നെ കാട്ടിക്കുടി ഉണ്ടാക്കുകയും മാറ്റി വെക്കുകയും അതിനോട് പ്രതിബദ്ധതയില്ലാതെ ഉത്തരവാദിത്വം ഇല്ലാതെയൊക്കെ ഉഴപ്പിക്കൊണ്ട് ചെയ്യുമ്പോഴാണ് ഹൃദയപരമാർത്ഥത ഇല്ലാത്തവനും സംഭവിക്കും, പരാജയപ്പെടും. നിങ്ങൾ ഉടമ്പടി വിഹിതമായിട്ട് എപ്പോഴും ഇപ്പം കത്തോലിക്കർക്ക് മാത്രമല്ല കുമ്പസാരിക്കാൻ പറ്റത്തുള്ളൂ, ഓർത്തഡോക്സുകാരും കുമ്പസാരിക്കും. മറ്റുള്ളവരെന്ത് ചെയ്യും? മറ്റുള്ളവരെ അനുതാപിക്കണം ഈ വിഷയത്തെക്കുറിച്ച്. എന്നുവെച്ചാൽ ദൈവത്തോട് ഖേദവും ദുഃഖവും രേഖപ്പെടുത്തണം. അപ്പോൾ ദൈവത്തോടും ഖേദവും ദുഃഖവും രേഖപ്പെടുത്താൻ നമുക്ക്. പക്ഷേ ഉള്ള പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനത് ബോധിക്കണം. അതിപ്പോൾ കത്തോലിക്കനായാലും ഖേദം രൂപപ്പെടുത്തിയാൽ ബോധിക്കണമെന്ന് നിർബന്ധമില്ല.